BlackRock lost $2.7 billion. BlackRock lost $2.7 billion നഷ്ടപ്പെട്ടു. ഇത് കേട്ടു നിങ്ങൾ പേടിച്ചോ? എങ്കിൽ നിങ്ങൾ പറ്റിക്കപ്പെട്ടു. ഈ ബെയർ മാർക്കറ്റ് വ്യാജമാണ്. പണം പോയി മറഞ്ഞെന്ന് വാർത്തകൾ പറയും. പക്ഷേ അത് പോയതല്ല, അത് മാറിയതാണ്. കാരണം ഇതാണ്: ബേസിസ് ട്രേഡ് അൺവെയിൽഡ്. വലിയ ഫണ്ടുകൾ ETF-ഉം ഫ്യൂച്ചേഴ്സും ഒരേ സമയം ട്രേഡ് ചെയ്ത് റിസ്ക് ഇല്ലാതെ ലാഭമുണ്ടാക്കിയിരുന്നു. അപ്പോൾ ആരാണ് വാങ്ങുന്നത്? തിമിംഗലങ്ങൾ. അവർ ഖനനം ചെയ്യുന്ന ബിറ്റ്കോയിൻ്റെ 240% വാങ്ങി കൂട്ടുകയാണ്. ചില്ലറ നിക്ഷേപകരുടെ ഭയം അവർ കൊയ്യുന്നു. വില കുറഞ്ഞാലും അടിസ്ഥാന ഘടകങ്ങൾ ശക്തമാണ്. നിങ്ങൾ വിൽക്കാൻ പോകുകയാണോ? കമന്റ് ചെയ്യുക. എന്തിനാണ് നിങ്ങൾ വിൽക്കുന്നത്? നിങ്ങൾ വിൽക്കുമ്പോൾ ആരാണ് വാങ്ങുന്നതെന്ന് നോക്കൂ. ഈ തകർച്ച വ്യാജമാണ്. കാരണം ഡിമാൻഡ് സപ്ലൈയെ തകർത്തെറിയുകയാണ്. ഓരോ ബിറ്റ്കോയിൻ ഖനനം ചെയ്യുമ്പോഴും 2.4 എണ്ണം വാങ്ങപ്പെടുന്നു. എന്നിട്ടും വില താഴുന്നതെങ്ങനെ? കാരണം ഇതൊരു വ്യാജ പരിഭ്രാന്തിയാണ്. വിൽക്കുന്നത് ദീർഘകാല ഹോൾഡർമാരല്ല. $5.7 ബില്യൺ നഷ്ടം സഹിക്കുന്നത് ഒക്ടോബറിൽ ടോപ്പിൽ വാങ്ങിയ ഹ്രസ്വകാല ഹോൾഡർമാരാണ്. സ്ഥാപനപരമായ അടിത്തറ ശക്തമാകുന്നു. ക്രിപ്റ്റോയെ നിരോധിച്ച വാൻഗാർഡ് പോലും ഇപ്പോൾ വാതിൽ തുറക്കുന്നു. ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് QT അവസാനിച്ചു. വില കുറയുമ്പോൾ അടിസ്ഥാന ഘടകങ്ങൾ മെച്ചപ്പെടുന്നു. ഇത് ഒരു ഫേക്ക് ക്രാഷാണ്. നിങ്ങളെ പുറത്താക്കാനുള്ള കലിയാണ്. വലിയ കളിക്കാർ നിങ്ങളെ കബളിപ്പിക്കുന്നതിന്റെ പ്ലേബുക്ക് ഇതാണ് ഒരു വ്യാജ തകർച്ചയുടെ 3 ഘട്ടങ്ങൾ. ഘട്ടം 1: ആഖ്യാനം സൃഷ്ടിക്കുക. $2.70 ലക്ഷം ഔട്ട്ഫ്ലോ എന്ന തലക്കെട്ട് കാണിക്കുക. ബേസിസ് ട്രേഡ് അൺവൈൻഡ് ആണെന്നറിയാതെ റീറ്റെയിൽ പേടിച്ച് വിൽക്കും. ഘട്ടം 2: ഭയം വർദ്ധിപ്പിക്കുക. അവർ വില കൃത്യമായി സ്റ്റോപ്പ് ലോസുകളിലേക്ക് തള്ളിവിടും. 19 ബില്യൺ ലിക്വിഡേഷൻ പോലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി ആളുകളെ നിർബന്ധിച്ച് വിൽപ്പിക്കും. 3: കൊയ്ത്തെടുക്കുക. റീറ്റെയിൽ നഷ്ടത്തിൽ വിൽക്കുന്ന കോയിനുകൾ അവർ വാങ്ങി ശാന്തമായി കോൾഡ് സ്റ്റോറേജിൽ വയ്ക്കും. മാർച്ച് 2020 ചൈന ബാൻ, FTX ക്രാഷ്. പേടി തോന്നിയപ്പോഴെല്ലാം അത് വ്യാജ തകർച്ച ആയിരുന്നു. യഥാർത്ഥ ക്രാഷുകൾ നിശബ്ദമായി സംഭവിക്കും. അവർക്ക് $70,000 വരെ പോകാൻ കഴിഞ്ഞേക്കും. നിങ്ങൾ ലിവറേജ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ കണ്ടെത്തും. എന്റെ ഉപദേശം: നിങ്ങൾ ഭയന്നു ഒന്നും ചെയ്യരുത്. ഡാറ്റയിൽ വിശ്വസിക്കുക.